ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സാധകമായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ വോയിസ് കൊടുക്കാത്തതെന്ന്. നിങ്ങൾക്കറിയാലോ, ഞാൻ പാട്ട് പാടുന്നത് നല്ലതായിരിക്കും, പക്ഷെ എന്നാൽ ഇത് കേട്ട് നിങ്ങൾ ബോധം കേടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വോയിസ് കുറച്ച് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൈക്കിൾ ഓടിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഈ കറി മാങ്ങ വെച്ച എന്തോ ഒരു കറിയാണ്, അതും പിന്നെ വെള്ളയപ്പം കൂട്ടി ഞാൻ തിന്നു. പക്ഷെ എന്താണെന്നറിയോ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാനൊരു മീൻ വറുത്ത് കൂട്ടിയിട്ടാണ് ഞാൻ കൂടുതലും തിന്നത്. പിന്നെ അമ്മച്ചി വീട്ടിലുള്ളതുകൊണ്ട് അമ്മച്ചിയുടെ മൊബൈൽ കണ്ടുകൊണ്ട് ഇങ്ങനെ തിന്നു. പിന്നെ സാധകം ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംഗീതത്തിൻ്റെ ക്ലാസ്സിന് പോകാൻ വേണ്ടി സാറെന്തെങ്കിലും ചോദിച്ചാൽ അതിന് പാടി കൊടുക്കാൻ വേണ്ടിയായിരുന്നു മെയിനായിട്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ സംഗീത ക്ലാസ്. നിസരി ഇവിടെ ആണ് ഞാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ ഒന്ന് വായിച്ചു. സാധാരണ വായനൊന്നും ഇല്ലാത്തതാണ്. ഇന്ന് മുന്നിൽ മൈജീൻ്റെ പരസ്യമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ തുറന്നു നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കീബോർഡ് വായിക്കുന്നതാണ്. കീബോർഡ് വായിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ ജിഫുവിൻ്റെ ഒരു പുതിയ പാട്ടിലായിരുന്നു, എർത്ത് ക്വിക്ക് എന്നുള്ള. അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അത് വേഗം തന്നെ ഞാൻ നിർത്തി. അവിടെ കിടക്കുന്നത് അത് വേറെ ആരുമല്ല, എൻ്റെ പൊന്നാര അനിയനാണ്. അവിടെ എന്നോട് എന്തോ ദേഷ്യത്തിന് കിടക്കുന്നതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ നിർത്തി. അതാണ് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തലറിഞ്ഞ് വീഴും. പിന്നെ ഞാൻ ഇന്ന് ചെറിയൊരു ക്ലീനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഷെൽഫിൻ്റെ ചെയ്യുന്നുള്ളൂ, മറ്റേ ഷെൽഫും കൂടെ ചെയ്താൽ ഞാൻ തളർന്നു പോകും. കാരണം അത്രയ്ക്ക് വൃത്തികേടാണ് എൻ്റെ ഷെൽഫ് മുഴുവനും. പിന്നെ ഞാൻ എൻ്റെ വോളൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ചെറിയൊരു ഡീപ്പ് മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ ഡീപ്പ് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും എൻ്റെ പുറത്തെറിയുവാണ്. എൻ്റെ അടുത്ത് ഇതേപോലെ ത്രെഡും പിന്നെ ഇങ്ങനത്തെ ഒരു പഴയ ഇൻലൻ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇൻലൻ്റ് എൻ്റെ ടീച്ചർ തന്നാണ്, എൻ്റെ ക്ലാസ് ടീച്ചറും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എൻ്റെ ടീച്ചർമാരെയൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഷെൽഫ് ഞാൻ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തട്ടി ഇതേപോലെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മേലിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറേ ഷാർപ്പ്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് പോയിട്ട് ചെയ്യാൻ പാടില്ല, റൂമിൻ്റെ അകത്തു നിന്നൊക്കെ ചെയ്താലും മുഴുവനും പൊടിയൊക്കെ റൂമിലാവും. ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല, എനിക്ക് ഇതാവാൻ വേണ്ടി, ഈസി ആവാൻ വേണ്ടി. എന്നിട്ട് അവസാനം എല്ലാ സാധനങ്ങളും ഞാനെല്ലാം മര്യാദയ്ക്ക് എടുത്ത് തിരിച്ചു വെച്ചു. നേരത്തെ എല്ലാം അലങ്കോലമായിട്ടായിരുന്നു കിടന്നത്, പക്ഷേ ഈ പ്രാവശ്യം ഞാനെല്ലാം തിരിച്ചു വെച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ടേബിൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, എൻ്റെ ടേബിളിൽ അധികം ഓർഗനൈസറൊന്നും ഇല്ല, മുഴുവനും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ ഒരു പേസ്റ്റിൻ്റെ പെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റിൻ്റെ പെട്ടി വെച്ച് ഞാനൊരു ഓർഗനൈസർ ആക്കുന്നത്. ഇത് ഞാൻ നിനു ഷാജീൻ്റെ കണ്ട് പഠിച്ചതാണ് കേട്ടോ. നിനു ഷാജിയും കടൽ ക്ലൗഡിൻ്റെ വീഡിയോസെല്ലാം ഞാൻ അധികം കാണാറുണ്ട്. അവരുടെ ക്രാഫ്റ്റെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ഹാഫ് ആക്കിയിട്ട് 45 ഡിഗ്രിയിൽ ഇതേപോലെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതേപോലെ ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ആക്കുന്നതെന്നും കൂടി ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു സ്ലാൻഡഡ് കട്ട് 45 ഡിഗ്രിയിൽ നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 45 ഒന്നുമല്ല ചെയ്തത്, സത്യം പറഞ്ഞാൽ ഞാൻ 13 കണ്ടാണ് ചെയ്തത്. ഞാനിത് എപ്പോഴോ പിടിച്ച വീഡിയോ ആണ്, എനിക്കങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ കറണ്ട് പോയതുകൊണ്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഇതേപോലെ ഒരുമാതിരിയൊക്കെ പെൻറ്റഗോൺ പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിൽ ഇതേപോലെ ചെയ്തിട്ട് പിന്നെ മേളിൽ ഇതേപോലെ എൻ്റെ മാസ്കിങ് ടേപ്പ് കുറച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇത് സത്യം പറഞ്ഞ് മാസ്കിങ് ടേപ്പ് അല്ലേ, ഇത് വേറെന്തോ ഒരു ടേപ്പാണ്. പക്ഷെ എന്നാലും ഞാനിതിനെ മാസ്കിങ് ടേപ്പ് ഇതാണ് വിളിക്കുന്നത്, കാരണം എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഇതേപോലെ ഇങ്ങനെ ടേപ്പ് ഇതേപോലെ ചുറ്റി കൊടുക്കാം. ടേപ്പ് ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ എഡ്ജസിലെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എഡ്ജസിൽ ഇച്ചിരി ഷാർപ്നെസ് കുറയാൻ വേണ്ടിയാണ്. പിന്നെ ഈ മേലത്തെ ഭാഗമൊന്നും അധികം ഷാർപ്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ഒട്ടിച്ച് കൊടുക്കുന്നില്ല. അത് മാത്രമല്ല എൻ്റെ ടേപ്പ് ഒന്നാമതേ തീരാനായി. അങ്ങനെ അതിനുശേഷം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് A4 പേപ്പർ വെച്ച് കവർ ചെയ്യണം. ഞാൻ A4 പേപ്പറല്ല യൂസ് ചെയ്യുന്നത്, USFൻ്റെ കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അത് പ്രിൻ്റ് എടുത്തെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ട്, അപ്പോൾ ആ ഭാഗം വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് ചെയ്തു. ഇനിയിപ്പോൾ അലങ്കോലപ്പണികൾ കുറച്ച് വേണമല്ലോ. ഞാനിപ്പോൾ അധികം അലങ്കോലമൊന്നും ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് അലങ്കോലം ചെയ്യുന്നുള്ളൂ. ഒരു ക്യാങ്ക്രൂൻ്റെ ഒരു 3D സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. അധികം ചെയ്താൽ എനിക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ അവിടെയെല്ലാം ക്ലീൻ ചെയ്തിട്ട് എൻ്റെ സാധനങ്ങളിൽ വെച്ച് കൊടുക്കുകയാണ്. ഗ്ലിറ്റർ പെൻസ്, പിന്നെ കുഞ്ഞു സാധനങ്ങളും, പിന്നെ ഗ്ലാസ്സിലായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിരുന്നത് എല്ലാം മാറ്റി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. പതിവൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഗൈസ്.
പിന്നെ ആദ്യ സമയമാണ് ഞങ്ങൾക്ക് ഇതേപോലെ ആമസോണിൽ നിന്നൊരു കൊറിയർ വന്നത്. ഇതെന്തുവാന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ, നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരു ദിവസം ഇടും. അപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഞങ്ങൾ രാത്രിയത്തെ ഫുഡ് കഴിച്ചു. രാത്രി ഫുഡ് ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫും ആയിരുന്നു. അപ്പോൾ പൊറോട്ടയും ബീഫെല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ കിടക്കാൻ വേണ്ടി കയറി. കിടക്കാൻ വേണ്ടി ഞാനെപ്പോഴും ഇതേപോലെയാണ് കിടക്കാറ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.